ഇതെന്തപ്പ ഈ ഒരു വണ്ടി ഞാൻ ഈ 5000 ഉറുപ്പ്യ എനിക്ക് തന്ന് കൊണ്ട ഇത് കൊടുത്ത എന്ത് കിട്ടും? ഒരു 5500 ഞാൻ ആടാക്കി തരാം. എത്ര? ഒരു 5500. 5500. അതിൽ 5000 ഉറുപ്പ്യ നിങ്ങൾക്ക് ഇപ്പൊ തരണം. ഇന്ന് 500 ഉറുപ്പ്യ കൂടെ അട്ടിക്കാളി. ഞാൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാണ്ട് അതെന്തറിയോ, ഇതിപ്പോ ഒരു 5 കൊല്ലത്തിന് ഇനി നോക്കണ്ടേ? എന്ത് നോക്കണ്ടെന്ന്? വണ്ടി ഓടിക്കാൻ നോക്കണ്ട? അതല്ല, വണ്ടിന് റിപ്പയർ ഒന്നും നോക്കണ്ട, നല്ല കണ്ടീഷൻ ആയിട്ട് ഓടിക്കാം 5 കൊല്ലം. എനിക്കിത് വണ്ടി കൊടുത്ത് നേരെയാക്കിയില്ലായിരുന്നാ? പിന്നെ നേരാക്കാണ്ട് നേരാക്കി. ഇത്തവണ ഫെയിലാണല്ലോ. ജയിച്ചാ? തോറ്റ് പുകയുണ്ട് വണ്ടിക്ക്. പുക പഴയതിലും കൂടുതലാണ് ഇപ്പോഴും. ഇപ്പൊ നാശായക്കന്നെ പുക വരുന്നുണ്ടോ? പുകയുണ്ട്, പുക കൂടുതലാണ്. എന്താ ഈ പറയണ്? 10000 ഉറുപ്പ്യ ചെലവാക്കിയാണ് ഇപ്പൊ ആ വണ്ടിക്ക്. ഇനിയിപ്പൊ അതിന്റെ ടയറും സീറ്റും മാത്രമേ മാറ്റാളോ, ബാക്കിയൊക്കെ ചെയ്തതാണ്. ഇതില് കാണിക്കുന്നുണ്ട് പുക കൂടുതലാണെന്നേ. എങ്ങനെ പുക കൂടുതലായി കാണിക്കണേ? അതെ, നിങ്ങള് വാട്സാപ്പുകാരും പുക പരിശോധിക്കുന്നവരും തമ്മിൽ വല്ല അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞാളിട്ടോ, അല്ലാണ്ട് കായ് എന്താ ചെയ്യാൻ തരാം. എന്ത് വർത്താനോണിക്കാ പറയണ? ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങളുടെ പുക പരിശോധിക്കണം എന്റെ വീട്ടിൽ അടപ്പ് പോകാൻ വേണ്ടിയാണ്. ഞാൻ പിന്നെ നിങ്ങളെ പറ്റിക്കാൻ നിൽക്കുവോ? അല്ല, ഇപ്പൊ ഇതിപ്പോ നേരാക്കിയാണ്, പിന്നെ എന്താ ഈ പുക അങ്ങനെ വരണേ? ഇവിടെ കിടന്ന് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല കോയക്ക. നമ്മുടെ സംസ്ഥാനത്തെ പുക പരിശോധന കാര്യക്ഷമമല്ലാത്തത് കൊണ്ടേ കേന്ദ്രത്തിന്റെ ഉപരിതല ഗതാഗത വകുപ്പ് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി. ഇപ്പൊ അതിലൂടെ പരിശോധിക്കാൻ നേരത്തെ 50% വാഹനങ്ങൾ ഫെയിലാ കാണിക്കണം. ഇപ്പൊ കോയക്കാട് തന്നെയല്ലേ ഇതിലും പുതിയ വണ്ടി ഉണ്ടെന്ന് കാണിച്ചിട്ട് ഇവിടെ ഫെയിലാവുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സോഫ്റ്റ്വെയറിലൂടെ അല്ലേ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലപ്പ ഞാൻ കാശ് ചെലവാക്കിയൊക്കെ പോയിപ്പോ അത് കറക്റ്റ് ആയിട്ടുണ്ടാവൂല, അതാണ്. എന്തപ്പ ചെയ്യാ? അല്ലപ്പ ഇത് എങ്ങനെ ഇപ്പൊ ഞാൻ ഇനി കൊണ്ടടക്കത്? പിന്നെയും പോകാൻ വരുവച്ചാല്? അതെ, ഇത് സർട്ടിഫിക്കറ്റ് പിടിച്ചോ, ഇത് ഫെയിലായതാണ്. ഇതിന്റെ അടിയിൽ കണ്ട റിന്യൂ ചെയ്യണ ഡേറ്റ് ഉണ്ടാവൂല. അപ്പൊ തന്നെ പോലീസുകാർക്ക് അറിയാം പുകയുണ്ട് വണ്ടിക്കുന്ന്. അപ്പൊ ഇതിപ്പോ ഇങ്ങനെ കൊണ്ടു നടന്നിട്ട് എന്താ കാര്യം? അത് കാണിച്ചിട്ട് അല്ല, ഞാൻ ഒരു പണി ചെയ്, ഈ വണ്ടീന് കൊണ്ടു നടക്കണ്ട, അത് ആർക്കെങ്കിലും കൊടുത്തുകളാ, അതാ നല്ലത്. ഇനി എങ്ങാനും കൊടുക്കാനുള്ള പരിപാടി ഉണ്ടെങ്കിൽ എന്നോടൊക്കെ പറയാം. പണി നോക്കിയ ഇങ്ങനത്തെ കാണൂലേ? എന്ത് പോക്കസാരവൻ പോയത് കണ്ടങ്ങള്? അവൻ പോട്ടോ, അവൻ ഇതിലും സ്പീഡിൽ പോണം. കാര്യമുണ്ട്, ഇവൻ ഇങ്ങനെ പോയാലേ ആംബുലൻസുകാർക്ക് പണി കിട്ടുള്ളൂ. ആംബുലൻസ് ഇവൻ തട്ടിപ്പോയി കഴിഞ്ഞാണ്ടല്ലോ സഞ്ജന കാർഡ് അടിക്കുമ്പോൾ പ്രസ്സുകാർക്ക് പണി കിട്ടും. പിന്നെ 16 അടി ദിനം നടത്തി കഴിയുമ്പോൾ പന്തലുകാര്, പാചകക്കാര്, അങ്ങനെ കുറെ പേർക്ക് പണി കിട്ടൂല. അവൻ പോട്ടറാ സ്പീഡിന്. വായിക്കരി വെക്കാനാണ് പോക്ക് കണ്ടില്ലേ? പിന്നെ ഇനി പകയിൽ പറഞ്ഞു തരുമോ? തന്റെ പരിചയത്തിലുള്ള ആരുടെങ്കിലും മോനാണെന്നുണ്ടെങ്കിൽ തനിക്ക് ഒരു സദ്യ കഴിക്കാമല്ലോ. എന്റെ പരിചയത്തിലൊന്നല്ല, കുറെ ഇങ്ങനെ ഇറക്കി വിട്ടിട്ടുണ്ട് തന്നേന്തള്ളമാര്.